നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വാഹനത്തിനകത്ത് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാഹനത്തിന്റെ എക്സോസ്റ്റ് ഗ്യാസിൽ നിന്ന് വരുന്ന സ്മെല്ല് വാഹനത്തിനകത്ത് കുറച്ചെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഇങ്ങനെ എക്സോസ്റ്റിന്റെ സ്മെല്ല് നിങ്ങളുടെ വാഹനത്തിനകത്തോട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മരണം വരെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ശരിക്കും എങ്ങനെയാണ് ഈ ഒരു സ്മെല്ല് നമ്മുടെ വാഹനത്തിനകത്ത് വരുന്നത്? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ? അപ്പൊ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജെ എക്സ്പ്ലോർ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു കാര്യം ചെക്ക് ചെയ്തിരിക്കണം. വേറൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ വാഹനത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പിന്നെ വാഹനം ഓടിക്കാൻ ശ്രമിക്കാവുള്ളൂ. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും രീതിക്ക് എക്സോസ്റ്റ് ഗ്യാസ് നിങ്ങളുടെ വാഹനത്തിനകത്തോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ, എക്സോസ്റ്റ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ വാഹനത്തിൽ നിന്നും കത്തിപ്പോകുന്ന വാതകം നിങ്ങളുടെ വാഹനത്തിനകത്ത് കയറുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊരു വിഷയക്കാരനാണ്. എങ്ങനെ ഇത് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വാഹനങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് എയർ എടുക്കുന്ന രണ്ട് ഐറ്റംസ് ആണുള്ളത്, അല്ലെങ്കിൽ രണ്ട് ഇൻപുട്സ് ആണ് വരുന്നത്. മെയിൻ ആയിട്ട് നമ്മുടെ ഈ പറയുന്ന ഒരു യൂണിറ്റ്, ഈ ഒരു പോർഷനകത്ത് പുറത്തുനിന്നുള്ള എയർ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഔട്ട്സൈഡ് എയർ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഷട്ടർ വരുന്നുണ്ട്. ആ ഷട്ടർ ക്ലോസ് ആൻഡ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന ഒരു വെന്റ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് സർക്കുലേഷൻ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഔട്ട്സൈഡ് സർക്കുലേഷൻ ആണ്. ആ ഫ്രണ്ടിൽ ആ പറയുന്ന വെന്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ആ ഓപ്പൺ ആയിരിക്കുന്നുണ്ട് പുറത്തുനിന്ന് വരുന്ന കാറ്റ് അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഏതൊരു വാതകമാണോ അതെല്ലാം നമ്മുടെ വാഹനത്തിനകത്ത് കയറുന്നതായിരിക്കും. അതുകൊണ്ട് കഴിവതും നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതി, അതായത് ഇൻസൈഡ് സർക്കുലേഷൻ ഇടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല. പ്രത്യേകിച്ച് ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്താണെങ്കിലും അങ്ങനെ ഇടുന്നതാണ് നല്ല. അപ്പൊ എന്തിനാണ് ഔട്ട്സൈഡ് സർക്കുലേഷൻ കൊടുത്തിരിക്കുന്നതെന്ന് കുറച്ച് പേർക്കെങ്കിലും സംശയം തോന്നും. അങ്ങനെ കൊടുത്തിരിക്കുന്ന വേറൊന്നും കൊണ്ടല്ല. ഔട്ട്സൈഡ് സർക്കുലേഷൻ കൊടുത്തിരിക്കുന്ന നമുക്ക് നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് വാഹനത്തിനകത്ത് ടെമ്പറേച്ചർ ഡിഫറൻസ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അതായത് പുറത്തുനിന്നുള്ള ടെമ്പറേച്ചറും അകത്തുനിന്നുള്ള ടെമ്പറേച്ചറും ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഫീച്ചർ കൊടുത്തിരിക്കുന്നത്, വേറെ ഒന്നിനുമല്ല. അതുകൊണ്ട് എപ്പോഴെങ്കിലും ആ ഒരു രീതി കഴിഞ്ഞാൽ, അതായത് ആ പറയുന്ന രീതി ഔട്ട്സൈഡ് ഇൻസൈഡ് ടെമ്പറേച്ചർ സെയിം ആക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ മോഡ് മാറ്റി ഇൻസൈഡ് സർക്കുലേഷൻ ആക്കിയിട്ട് വേണം. ഓക്കെ, ഇതല്ല മെയിൻ കാര്യം. മെയിൻ കാര്യം പറഞ്ഞുതരാം. നമ്മുടെ വാഹനത്തിന്റെ സൈലൻസർ, അതല്ലെങ്കിൽ ടെയിൽ പൈപ്പ്, അതായത് നമുക്ക് ഈ കാണാൻ പറ്റുന്നത് ഇതിന്റെ ഒരു ഡിസൈൻ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇത് കട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു പൊസിഷനിലാണ്. കണ്ടോ? ഇതൊരിക്കലും നേരെ ഒരു പൈപ്പായിട്ടല്ല, അത് നേരെ ഇതായിട്ടല്ല ഇരിക്കുന്നത്, നേരെ താഴോട്ടാണ് ഇതിന്റെ രീതി പോകുന്നത്. കണ്ടോ? അപ്പം നമ്മൾ ആ താഴോട്ട് പോകുന്ന രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രഷർ താഴോട്ട് പോയി താഴെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു ബമ്പറിനെ കഴിഞ്ഞ ആ ഒരു ഏകദേശം ആ ഒരു ഗ്യാപ്പിലായിരിക്കും ഇരിക്കുന്നത്, ഒത്തിരി ഉള്ളിലോട്ടല്ല ഇരിക്കുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വാഹനം വെറുതെ സ്റ്റാർട്ട് ചെയ്തിടുകയാണെന്ന് നിങ്ങൾ ജസ്റ്റ് സങ്കല്പിക്കുക. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ ഈ പുക താഴോട്ട് പോകുന്നതിന്റെ കൂട്ടത്തിൽ കുറച്ച് മേലോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ ഈ ബമ്പറിനകത്തോട്ട് പോകാനുള്ള ചാൻസസ് കൂടുതലല്ലേ? അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഈ മേളിലോട്ട് പോകുന്ന സമയത്ത് ബമ്പറിന്റെ അകത്ത് ഇവിടെ എല്ലാം ഹോളോ ആയി, ഇതൊക്കെ ശരിക്കും പൊള്ളയായിട്ടിരിക്കുക. ഇവിടെ ശരിക്കും പറഞ്ഞാൽ രണ്ട് ഓപ്പണിങ്സ് വരുന്നുണ്ട്. അതായത് നമ്മുടെ പ്രഷർ കളയാൻ വേണ്ടി. അതായത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഈ വാഹനത്തിന്റെ ഡോർ ഞാൻ അടയ്ക്കുക. ഈ വാഹനത്തിന്റെ ഡോർ അടയ്ക്കുമ്പോൾ എങ്ങനെയാണ് ഇത് സ്മൂത്ത് ആയിട്ട് അടയുന്നത്? കണ്ടോ? ഈ അടയുന്നത് സ്മൂത്ത് ആയിട്ട് അടയണമെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിനകത്ത് ഇരിക്കുന്ന പ്രഷർ പുറത്തോട്ട് പോകണം. അങ്ങനെ പുറത്തോട്ട് പോകാൻ വേണ്ടിയുള്ള രണ്ട് പൈപ്പുകളും വരുന്നത്, അല്ലെങ്കിൽ രണ്ട് പീസ് ഓഫ് പൈപ്പ് വരുന്ന ആ സൈഡിലാണ്. അപ്പൊ ശരിക്കും ഇതിനകത്ത് എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവിടെ ഒരു ഫംഗ്ഷൻ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പീസ്, അതായത് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പീസ് രണ്ട് ഷട്ടേഴ്സ് വരുന്നുണ്ട്. ഒരു റബ്ബർ ഷട്ടേഴ്സ് ആണ് വരുന്നത്. അകത്തുനിന്ന് പുറത്തോട്ടുള്ള പ്രഷർ പോകാൻ നേരത്ത് ഈ ഷട്ടർ തുറക്കും അടയ്ക്കും. അതായത് ഈ പ്രഷർ പുറത്തോട്ട് പോകാൻ വേണ്ടി മാത്രം തുറക്കും. അത് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞൊരു കാര്യം സിമ്പിൾ ആയിട്ട് കുറച്ചുകൂടെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വാഹനത്തിന്റെ തന്നെ ഒരു ഡോർ ഓപ്പൺ ആക്കി ഇടുക, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് തുറന്നിടുക. എന്നിട്ട് ഈ ഡോർ വളരെ പതുക്കെ, അതായത് ഡ്രൈവർ സൈഡിലെ ഡോർ ജസ്റ്റ് വളരെ പതുക്കെ അടച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് അടയും. എന്നാൽ ഇപ്പം ആ ഫോഴ്സ് ഞാൻ കൊടുത്ത അടയത്തില്ല. കണ്ടോ? ആ ഫോഴ്സേ കൊടുക്കുന്നുള്ളൂ. ഇനി ഞാനത് തുറന്നു. ഇപ്പം ചെറിയൊരു ഫോഴ്സ് കൊടുത്താലും ഈ ഡോർ അടയുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ അടയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അത്രയും പ്രഷർ പോകാൻ വേണ്ടിയുള്ള ഒരു വലിപ്പം, ഞാൻ അത്രയും ഓപ്പൺ ചെയ്തപ്പോൾ അത്രയും പ്രഷർ പെട്ടെന്ന് പുറത്തോട്ട് പോയി. ഇനി ആ വെന്റ് അവിടെ ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിന്റെ ഡോർ അടയത്തില്ല. നല്ല ഫോഴ്സ് ആയിട്ട് നമ്മൾ പിടിച്ച് അടയ്ക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം, അല്ലെങ്കിൽ ഇതിനകത്തുള്ള എയർ പ്രഷർ പോകാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു വെന്റ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ആ വെന്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ, അല്ലെങ്കിൽ ആ വെന്റ് വരുന്ന റബ്ബർ ഞാൻ പറഞ്ഞായിരുന്നു തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത്, ഈ റബ്ബർ അടഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള കാറ്റ് ഒരിക്കലും അകത്തോട്ട് വരത്തില്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലരും അഡീഷണൽ ഫിറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളൂ, ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ റിവേഴ്സ് സെൻസർ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് പലരും ചെയ്തിരിക്കുന്ന ഒരു കാര്യം, ഈ ഒരു ഗ്യാപ്പിനകത്തൂടെ റിവേഴ്സ് ക്യാമറ, റിവേഴ്സിന്റെ സെൻസറിന്റെ ലൈന്, അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ലൈറ്റിന്റെ ഒക്കെ ലൈന്, ഇതെല്ലാം എടുക്കാറുണ്ട്. അതായത് ആ വെന്റിനകത്ത് കൂടെ കയറ്റി വിടാറുണ്ട്. അന്നേരം എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ അതിനൊന്ന് ചിന്തിക്കുക. ഈ ഒരു ഷട്ടർ ഫുള്ളായിട്ട് അടയത്തില്ല. അങ്ങനെ ഈ ഷട്ടർ ഫുള്ളായിട്ട് അടയാതെ വന്നു കഴിഞ്ഞാൽ ആ ഓപ്പൺ ആയിരിക്കുന്ന ഗ്യാപ്പിൽ കൂടെയാണ് ഈ പറഞ്ഞ പുകയെല്ലാം കൂടെ കയറുന്നത്. മനസ്സിലായോ? അതായത് നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തുന്ന സമയത്ത് പുറത്തോട്ട് എക്സോസ്റ്റ് ആയിട്ട് പോകുന്ന ഗ്യാസ് നേരെ അകത്തോട്ട് കയറുക.
ഇത് വാഹനത്തിനകത്ത് കയറി എന്താ സംഭവിക്കുന്നത്? നമ്മുടെ AC ഓണാണ്, ഇന്റേണൽ സർക്കുലേഷൻ ഓണാണ്. ഇങ്ങനെ ഇത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഇത് കിടന്ന് കറങ്ങുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മളിത് ശ്വസിച്ച് ആഹാഹാ! ഈ ഒരു ശ്വസിച്ച് കയറ്റുന്ന സമയത്ത് നമ്മൾ ശരിക്കും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഡെത്താണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് പിന്നെ ക്ഷീണം കൂടും എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ എഞ്ചിൻ ആ ഒരു സ്മെല്ല് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ മരിച്ചു പോകുന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇത് ഗ്രാജുവൽ ആയിട്ട് നമ്മുടെ ശരീരത്തിനെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു എക്സോസ്റ്റ് പോകുന്ന ഗ്യാസ് അത്ര സേഫ് അല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ എപ്പോഴൊക്കെ ഷോറൂമിൽ വാഹനം കൊണ്ട് സർവീസിന് കൊടുക്കുന്നു, ജസ്റ്റ് അവരോടൊന്ന് പറയുക, ബമ്പർ അഴിച്ച് ചെറിയൊരു ലേബർ ചാർജ് വരും, എന്തെങ്കിലും ആയിക്കോട്ടെ, ആസ് ഇറ്റ് ഈസ് ഒരു സേഫ്റ്റിയുടെ ഭാഗമാണെന്ന് കൂട്ടുക. ബമ്പർ ഒന്ന് അഴിച്ച് ഇതിന്റെ വെന്റിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ, ഇൻ കേസ് ആ വെന്റിന് ഒരു കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് മാറി ആ വെന്റ് മാറാൻ പറയണം. ഏകദേശം ആ വെന്റിന് ഒരു 200 രൂപ 250 രൂപ മാത്രം വരുന്നുള്ളൂ. ഈ റബ്ബറിനകത്ത് വെള്ളത്തിന്റെ അംശം വല്ലതും കയറിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഏകദേശം വെള്ളത്തിൽ കൂടെ വല്ല ഓടിപ്പോകുന്ന സമയത്ത് ഇതിനകത്ത് വെള്ളം പറ്റിയിട്ടുണ്ടെങ്കിൽ, ഈ റബ്ബർ ചിലപ്പോൾ ഊരിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ആയിട്ട് കിടക്കും. ഇങ്ങനെ ഇത് ഓപ്പൺ ആയി കിടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഔട്ട്സൈഡ് സ്മെല്ല് നിങ്ങളുടെ വാഹനത്തിനകത്ത് കയറിയിരിക്കും. ഉറപ്പായിട്ടും 100ൽ 110% ഉറപ്പായിട്ടും ഈ പുറത്തുള്ള സ്മെല്ല്, ഈ പറയുന്ന ഗ്യാസ് കാര്യങ്ങളൊക്കെ കയറും. അതുകൊണ്ട് ശരിക്കും എനിക്ക് ഈ ഒരു ടോപ്പിക് മനസ്സിൽ വന്നിട്ട് ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ റിറ്റ്സ് വാഹനം ഓടിച്ചായിരുന്നു. ഞാൻ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അതൊരു കംപ്ലൈന്റ് ആയിട്ട് ഞാൻ ഓടിച്ചു നോക്കാൻ പോയി. എന്നാ കംപ്ലൈന്റ് എന്നുള്ള ഫ്രണ്ട് സൗണ്ട് അങ്ങനെ കണ്ടായിരുന്നു. അങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, എനിക്ക് ഡീസലിന്റെ മണം, അതായത് ഡീസൽ കത്തുന്നതിന്റെ മണം വാഹനത്തിനകത്ത് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ അവസാനം നോക്കി പിടിച്ച് വന്നപ്പോൾ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സെൻസേഴ്സ് ഈ പറയുന്ന പോലെ ആ റബ്ബറിന്റെ ഇടയ്ക്കൂടെ നല്ല നീറ്റായിട്ടാണ് കയറ്റി അകത്ത് കൊണ്ടുവന്നിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു അഡീഷണൽ ഫിറ്റ്മെന്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവരോട് പറയണം, ഇച്ചിരി പൈസ കൂടുതലായാലും ഓപ്പർ ആയിട്ടുള്ള ചാനലിൽ കൂടെ ചെയ്യുക. കുറച്ച് സമയം കൂടുതലായാലും അവരോട് സമയം കൊടുക്കണം നിങ്ങൾ. അല്ലാതെ പലരും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു റിറ്റ്സിന്റെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. റിറ്റ്സിന്റെ കസ്റ്റമറുടെ കംപ്ലൈന്റ് സ്റ്റാർട്ടർ മോട്ടർ ആയിരുന്നു. പുള്ളി പുറത്തൊരു 4-5 വർക്ക്ഷോപ്പിൽ കൊണ്ടുകൊടുത്തിട്ട് അവർക്ക് അഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ കൊണ്ടുപോകും. നമ്മൾ അഴിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അതിന്റെ ബോൾട്ട് സ്ലിപ്പ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു. അവസാനം ഗിയർ ബോക്സ് ഇറക്കേണ്ടി വന്നു ആ സ്റ്റാർട്ടർ മോട്ടർ അഴിക്കാൻ വേണ്ടി. ഗിയർ ബോക്സ് ഇറക്കി തിരിച്ച് കയറ്റി കഴിഞ്ഞ് കസ്റ്റമർ പറഞ്ഞു, എനിക്ക് പോകണം, അത്യാവശ്യമാണ്, ഭയങ്കര അത്യാവശ്യമാണ്. പണി കഴിഞ്ഞപ്പം അത്യാവശ്യമായി. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ കസ്റ്റമർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാകേഷ് ഒരു ഓയിൽ ലീക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞു ഡ്രൈ ഷാഫ്റ്റിന്റെ ഓയിൽ സീൽ തന്നെ ആയിരിക്കും. കാരണം നമുക്കത് നോക്കാൻ ഒരു ഒരു വർക്ക് കഴിഞ്ഞിട്ട് അതിന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു സമയം ആ കസ്റ്റമർ തന്നിട്ടില്ല. അപ്പൊ ഇത് എപ്പോഴും ഒരു വിഷയം തന്നെയാണ്. നിങ്ങളൊരു വർക്ക് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ, ആകപ്പാടെ നമ്മളൊരു വാഹനത്തിന്റെ സർവീസ് എന്ന് പറയുമ്പോൾ വർഷത്തിൽ ഒന്നായിരിക്കും കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന ഒരു ടൈം എങ്കിലും നിങ്ങൾ ഒരു ഇച്ചിരി ഒരു ഗുഡ് ടൈം കൊടുക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ ധൃതി പിടിച്ച് കൊണ്ടു കൊടുത്തിട്ട് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും സർവീസ് ചെയ്യരുത്. ഒരു കാരണവശാലും ഒരു അഡീഷണൽ ഫിറ്റ്മെന്റ് നിങ്ങളുടെ വാഹനത്തിൽ ചെയ്യാൻ ശ്രമിക്കരുത്. സമയം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ചെയ്യണ്ട. ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ വാഹനത്തിന് കംപ്ലൈന്റോ പ്രശ്നങ്ങളോ ഒന്നും വരുന്നില്ല. ഇനി ചെയ്തൊരു കംപ്ലൈന്റ് ആക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് മാത്രം ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് പലരും എന്നോട് ചോദിക്കാറുണ്ട്, രാകേഷ് എനിക്ക് ഇന്നത് പിടിപ്പിച്ച് തരാമോ, അല്ലെങ്കിൽ ഇന്നത് ഫിറ്റ് ചെയ്യാമെന്നൊക്കെ എന്നോട് ചോദിക്കും. ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, സമയം വേണം. പ്രത്യേകിച്ച് ഞാൻ ഈ ജോലി കഴിഞ്ഞ് പിന്നെ വീഡിയോസിന്റെ പുറകിൽ ഇത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു സമയം മാത്രമേ ഞാൻ ഇതിന് വേണ്ടി എടുക്കാറുള്ളൂ. അങ്ങനെ അപ്പൊ പലരോട് ഇത് പറയുമ്പോൾ എല്ലാവർക്കും സമയമാണ് വിഷയം. നോ പ്രോബ്ലം. ഞാൻ എപ്പോഴും പറയും, ചെയ്യുന്ന ഒരു വർക്ക് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നതാണ് ഇഷ്ടം. നിങ്ങളും ആ ഒരു രീതിയിലോട്ട് തന്നെ മാറുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇങ്ങനെ ഇതുപോലത്തെ സ്മെല്ലോ കാര്യങ്ങളൊക്കെ, ബേൺഡ് ഗ്യാസിന്റെ സ്മെൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ വാഹനത്തിനകത്ത് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ കാര്യം മറക്കാതെ ചെക്ക് ചെയ്ത് നോക്കണം.